ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണ്? ഇപ്പം ലഗ്നസ്ഫുടം നമ്മൾ കണ്ടു, ചന്ദ്രസ്ഫുടം കണ്ടു, സൂര്യന്റെ സ്ഫുടം കണ്ടോ നമ്മള്? സൂര്യസ്ഫുടം സെയിം മെത്തേഡ്. 5-ാം തീയതി സൂര്യൻ ഉദിക്കുന്ന സമയം ഡിഗ്രി എഴുതാൻ നോക്കുക, 6-ാം തീയതി. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ പറഞ്ഞതുപോലെ കണക്കൂട്ടി കഴിഞ്ഞാൽ രാത്രി 10:03 സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കും. സൂര്യസ്ഫുടം. അപ്പൊ നമുക്ക് സൂര്യസ്ഫുടം കൂടി ഒന്ന് നോക്കാം. സൂര്യോദയ സമയം 6:20 AM. ഇത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. സൂര്യോദയ സമയത്ത് 5-ാം തീയതി സൂര്യൻ നിൽക്കുന്നത് 6 രാശി 3 ഭാഗം 56 കല. അപ്പൊ 6 രാശി പറയുമ്പോ 180. 180 പ്ലസ് 356. അപ്പൊ 183.56. 183 ഡിഗ്രി 56-ലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇത് നമ്മൾ ഓർമ്മിച്ചു വെക്കും. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരും അവസാനം. നെക്സ്റ്റ് ഡേ സൂര്യൻ നിൽക്കുന്നത് 6-ാം തീയതി സൂര്യൻ നിൽക്കുന്നത് സാർ ഒരു മിനിറ്റ്, 3:56 അല്ലേ കാണിക്കുന്ന പഞ്ചാംഗത്തില്? 5-ാം തീയതി രാശി കാണിക്കുന്നുണ്ട്. 6 രാശി കഴിഞ്ഞിട്ട് 3 ഏറ്റവും മുകളിലേക്ക് നോക്കൂ. തുലാമാസം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക 7-ാമത്തെ രാശിയിലാണ് സൂര്യൻ. അപ്പം 6-ാം തീയതി രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ സൂര്യൻ എവിടെയാ നിൽക്കുന്നത്? 6 രാശി 4 ഭാഗം 56 കല. അപ്പൊ എത്രയായി ടോട്ടൽ? 184 ഭാഗം 56. 56 കല. ഓക്കെ. അപ്പൊ ഒരു ദിവസം കൊണ്ട് സൂര്യൻ എത്ര സഞ്ചരിച്ചു? ഡയറക്റ്റ് ഇതാക്കാനുള്ളൂ. 1 ഡിഗ്രി സഞ്ചരിച്ചു കഴിഞ്ഞു. 183.56 ആയിരുന്നു, 184.56 ആയി എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സഞ്ചരിച്ചു കഴിഞ്ഞു. 1 ഡിഗ്രി പറഞ്ഞ എത്ര കല? 60 കല. ഇത് 24 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചതാണ് ഒരു ദിവസം. ഓക്കെ. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 60 divided by 24. 60 divided by 24. അത് എത്രയാണ്? 24. 2.5. 2.5 യൂണിറ്റ്. Sir, അത് കാൽക്കുലേറ്റ് ഇല്ല. 60 കല ഡിവൈഡഡ് ബൈ 24. അപ്പൊ എത്ര? 2.5 കല. 2.5 കല എന്ന് പറഞ്ഞാൽ ഈ 0.5 കല അത് എത്ര വികലയോ? 30 വികല. അപ്പം 1 മണിക്കൂർ കൊണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നത് 2 കല 30 വികല. എത്ര ക്ലിയർ ആയോ? രണ്ട് കല 30 വികല. അപ്പൊ 2.5 കല. 1 മണിക്കൂറിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സ്പീഡാണ് 2.5 കല. 1 മണിക്കൂറിലാണ്. നമുക്ക് 1 മിനിറ്റിലേക്ക് കിട്ടണം. 1 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യും? 60 കൊണ്ട് ഡിവൈഡ്. 2.5 വികല എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വികലി? 150. ഓക്കെ. 150 ഡിവൈഡഡ് ബൈ 60.
അപ്പൊ എത്ര വരും? 2.5 വികല. 2.5 വികല. ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയി തുടങ്ങി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു ദിവസത്തിൽ സഞ്ചരിക്കുന്ന ദൂരം കിട്ടി 60 കല. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം കിട്ടി 2.5. എവിടെ പോയി? 2.5 കല. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 2.5 വികല. ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. 60, 2.5 അത്ര ആലോചിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? ഇത്രയും. ആർക്കും ഡൗട്ട് ഉണ്ടോ? അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് സൂര്യന്റെ സ്പീഡ് കിട്ടി, സൂര്യൻ നിന്ന സ്ഥലവും കിട്ടി. ഇനി നമുക്ക് വേണ്ടിയിരുന്നത് കുട്ടിയുടെ ജന്മസമയം. രാത്രി 10 മണി 3 മിനിറ്റ്. അപ്പൊ 22 മണി 3 മിനിറ്റ്. ഇതാണ് ജന്മസമയം. സൂര്യൻ ഉദിച്ചത് 6:20. അപ്പൊ എത്ര? സൂര്യൻ ഉദിച്ച് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിച്ചത്? 15:43. 15:43. ഇത് നമ്മൾ നേരത്തെ ഇത് തന്നെ കിട്ടിയത് അല്ലെ? ചന്ദ്രന്റെ സമയം നോക്കിയപ്പോ 15 മണിക്കൂർ 43 മിനിറ്റ് കൊണ്ട് സൂര്യൻ എത്ര ദൂരം സഞ്ചരിച്ചു? ഇതാണ് ഇനി കണക്കൂട്ടാനുള്ളത്. 15 മണിക്കൂർ 43 മിനിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 15 മണിക്കൂർ 43 മിനിറ്റ്. നമുക്കിത് 15 × 2.5 കല. അപ്പൊ എത്രയായി? 30ഉം 7.5. 37. ആണോ? ശരിയാണ് പറഞ്ഞു. 15 × 2.5 37. കിട്ടിയല്ലോ എല്ലാവർക്കും? 37. കിട്ടി. അപ്പൊ 37 എന്ന് പറയുമ്പോ 37 കല 30 വികല. ഇതെങ്ങനെ കിട്ടിയ മനസ്സിലായല്ലോ അല്ലെ? 0.5 കല എന്ന് പറഞ്ഞാൽ 30 വികല. ഇനി ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 2.5 വികലയാണ്. അപ്പം 43 മിനിറ്റിൽ എത്ര സഞ്ചരിക്കും? 43 × 2.5. അതെത്ര വരുന്നുണ്ട്? 107.5 വികല. 107.5 വികല. ഇതിനെ ഈ 0.5 വികലേനെ 108 ആക്കിക്കോളും. അപ്പൊ കാൽക്കുലേഷന് വേണ്ടിയിട്ട് അടുത്ത എളുപ്പം 108 വികല കിട്ടി. 43 മിനിറ്റ് പറഞ്ഞാൽ 108 വികല. ഓക്കെ. 108 വികല എന്ന് പറഞ്ഞാൽ എത്ര കല എത്ര വികല? നൂറ്റിയെട്ട് വികല ഈസ് ഈക്വൽ ടു ഹൗ മെനി കല ഹൗ മെനി വികല? ഒരു കല 8 വികല. ഒരു കല, അത് കറക്റ്റ്. പിന്നെ ഒരു കല, ബാക്കി 8 വികല. 48 വികല. 48 വികല. അപ്പൊ നമുക്ക് ഇവിടെ 37 കല 30 വികല കിട്ടി. ഒരു കല 48 വികല കിട്ടി. ഓക്കെ. നമ്മൾ ഇതിനെ ഒരു കല 48 അപ്പൊ എത്രയായി ടോട്ടല്? 39 കല 18 വികല. 19 കല 18 വികല അല്ലേ? ഇതെല്ലാവർക്കും കിട്ടിയോ? 39 കല 18 വികല എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. എന്ന് പറഞ്ഞാൽ 30ഉം 48ഉം 78. 78 എന്ന് പറഞ്ഞാൽ
1 18. ആ 1 ഇവിടെ വരും. 39 കല 18 വികല. ഇതാണ് കുട്ടി ജനിക്കുന്ന സമയമാകുമ്പോഴേക്ക് സൂര്യൻ സഞ്ചരിച്ച ദൂരം. അതെന്ത് ചെയ്യണം? ഇതാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്തെ പൊസിഷൻ. കുട്ടി ജനിക്കുമ്പോഴേക്കും ഇത്രയും സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പൊ കുട്ടി ജനിച്ച സമയത്തെ പൊസിഷൻ അറിയാൻ എന്ത് ചെയ്യണം? ഇതും കൂടി ആഡ് ചെയ്യണം. 183 56 പ്ലസ് 39 18. അപ്പൊ എത്ര വരും? 183 56 പ്ലസ് ഇത് ഡിഗ്രിയാണ്, നമുക്ക് കലയാണ് വേണ്ടത്. 39 18. അപ്പൊ എത്ര വരും? 18. ഇത് വികല അങ്ങനെ തന്നെ. 56 39 80 95. 95 പറയുമ്പോൾ 35. 1 ഇവിടെ വരും. 184. കിട്ടിയോ എല്ലാവർക്കും? ഇത് കിട്ടിയോ? 184 35. ആ 184 35 18 കിട്ടിയോ? കറക്റ്റ് അല്ലേ? അപ്പൊ 184 35 18 എന്ന് പറഞ്ഞാൽ ഏത് രാശി, ഏത് നക്ഷത്രം, ഏത് പാദം? രണ്ട് പാദം. 184 പറയുമ്പോ എന്തായാലും കന്നിയും കഴിഞ്ഞ് തുലാരാശി. തുലാരാശിയിൽ 4 ഡിഗ്രി 35 മിനിറ്റ് 18. ഇതാണ് സൂര്യന്റെ പൊസിഷൻ. കുട്ടി ജനിക്കുമ്പോഴുള്ള സൂര്യസ്ഫുടം 4 ഡിഗ്രി 35 18. അപ്പൊ ഇനി ഇത് ഏത് നക്ഷത്രം വരിക? ചിത്തിര നക്ഷത്രം. നാലാം പാദം. ചിത്തിര നാലാം പാദം. അപ്പം ചിത്തിര നാലാം പാദം ആകുമ്പം ഏത് രാശി? തുലാരാശി. വെരി ഗുഡ്. തുലാരാശിയിലാണ് രാശിസ്ഥിതിയിൽ സൂര്യനെ കാണിക്കുക. തുലാരാശിയിൽ രാന്ന് എഴുതും. ഏത് നവാംശം? വൃശ്ചിക നവാംശം. അപ്പൊ ഇത് ചിത്തിര നാലാം പാദം ആകുമ്പം വൃശ്ചിക നവാംശം.